വലിയ ശീലാവതിയായിരുന്നു. ശീലാവതി ഇറങ്ങി വാങ്ങ്. കൊച്ചാക്കൊന്ന് കാണട്ടെ. സ്വാമിയേ, ചേച്ചി പേടിക്കണ്ട, പിള്ളേര് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എത്തി. മാറി നിൽക്കണം അങ്ങോട്ട്. ഇയാൾക്ക് ഇന്ന് ഗ്രാമസഭ ഒന്നുമില്ല. എന്താ ഇവിടെ? വാ മോളെ. നിനക്ക് എന്തിന്റെ കുത്തിക്കിടപ്പായിരുന്നടാ? ആശാൻ പുതിയ ടെക്നിക്ക് പഠിപ്പിക്കുവാണോ? ഫുഡ് കഴിച്ചാലോ? നീ കഴിച്ചോ? സ്വാമിയേ, അയ്യപ്പോ, ഹരിഹരസൂദന ആനന്ദ ചിത്ര അയ്യനയ്യപ്പ സ്വാമിയേ. നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? പിള്ളേർക്കൊരു തെറ്റ് പറ്റി. കാരണവന്മാരെങ്കിലും പക്വതയോടെ നീങ്ങണ്ടേ? ഞാൻ അവളോട് കാല് പിടിച്ച് പറഞ്ഞതേക്കാ ഫെമിനിസ്റ്റ് ആവല്ലേന്ന്. സിൻസിയർ ആയിട്ടുള്ള ഇഷ്ടവും കല്യാണം കഴിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാകുന്ന അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. കുറച്ച് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കെല്ലാരും. ഉണ്ടായിരുന്നില്ല അടിച്ചിന്റെ കാരണം വിളിക്കും. അമ്മയുടെ ഒരു പ്രോഗ്രസ് കാർഡ്. നീ എന്നെ പറ. എന്റെ പിള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് തിരുത്താൻ ഞങ്ങള് തയ്യാറാ. അപ്പൊ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ചെറിയ ചടങ്ങിൽ കല്യാണം. പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞ എപ്പോഴായാലും നടത്തിയല്ലേ പറ്റൂ സതി. കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ചേട്ടാ, ഇവര് കല്യാണം എന്നൊക്കെയാ പറയണേ. ഇങ്ങനെയൊക്കെ ആവുന്നു നമ്മളും വിചാരിച്ചല്ലോ. കല്യാണം അതിനാടാ ഇപ്പൊ പ്ലേറ്റ് മാറ്റണേ? ഞാൻ ആദ്യം എല്ലാം പറഞ്ഞല്ലേ, എനിക്ക് ചേട്ടടുത്ത് ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ ഉള്ള കാര്യം എല്ലാവരോടും തുറന്നു പറയാ സുരമ്മ. അല്ലാണ്ടപ്പോ എന്തായാണ്? അടിപൊളിയായിരിക്കും. ഈ നാട്ടുകാർ കഴകന്മാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ചേട്ടന് ചിലപ്പോ ഈ കാര്യത്തിലും ധീരതയുടെ ഒരു മെഡലങ്ങ് തരും. ഞാൻ ജീവിതകാലം മൊത്തം അവർക്ക് ബെസ്റ്റ് സ്റ്റാൻഡ് സുരമയായിരിക്കും. നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കും. കല്യാണമൊന്നും കഴിക്കേണ്ടി വരില്ല. അത് ഞാൻ ഡീൽ ചെയ്തോളാം. ഓക്കെ എന്നാ. എന്തായി? അവിടെ കല്യാണം ഉറപ്പിക്കല. അതൊന്നും നടപടിയാവൂല. കല്യാണം കഴിക്കടാ. ചേട്ടന്റെ ജെട്ടി അഴുകണത് ഇപ്പോഴും ജലചേച്ചല്ലേ. അപ്പൊ പിന്നെ പറഞ്ഞാ മനസ്സിലാവൂല. എനിക്ക് ഇന്നെ മനസ്സിലാവുള്ളല്ലോ ദിവസേ. വേറെ ആരല്ലല്ലോ. നീ പ്രേമിച്ച പെണ്ണിനെ കെട്ടാനല്ലേ പറയണോളൂ. നീ ആ പെങ്കൊച്ചിന്റെ ജീവിതം കളയരുത്. ഞാൻ ആരുടെയും ജീവിതം കളയാനില്ല. ചെവിക്കിത്തിരി സൗര്യം തരൂ. നീ കൊണം പിടിക്കില്ലടാ. ജനിച്ചപ്പോ തൊട്ട് സങ്കടം മാത്രമേ തന്നിട്ടുള്ളൂ. അവൻ വലിയ ധീരനല്ലേ. ഒരു തന്ത ഉണ്ടായിരുന്നത് ഒഴികെ അറബിക്കടലെത്തി. പറഞ്ഞ പൂതി പോകും.